എൻ്റെ അടുത്ത വീഡിയോ എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ റിസർച്ചിലായിരുന്നു ഇന്നലെ രാത്രി ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാറ് തീയും പുകയൊക്കെ വിട്ട് പറന്നു പോകുന്ന കുറേ വീഡിയോസ് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്കും തോന്നി ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്താൽ എന്താ, തോന്നലുകളൊന്നും മാറ്റി വയ്ക്കരുതല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം ഓഫാക്കി വെച്ച് കിടന്നുറങ്ങി. കാരണം രാവിലെ എഴുന്നേറ്റ് നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോകണം. ഇത്തവണ വീഡിയോ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ട് വന്നാൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കുമല്ലോ. വെയിറ്റ്, എൻ്റെ ഒരു ക്യാമറയും ഇല്ല, നല്ലൊരു ഫോണും ഇല്ല, പിന്നെ എന്ത് വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ പോകുന്നത്? അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഐഫോൺ റെക്കമെൻഡ് ചെയ്തത്. പിന്നെന്താ പ്രശ്നം, അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്താൽ അവൻ്റെ കാര്യവും എൻ്റെ കാര്യവും നടക്കും. അങ്ങനെ പൊരി വെയിലത്ത് നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ എവിടുന്നോ ഒരു മഴ വന്നു. പിന്നെ ഞങ്ങളൊരു ചായയും കുടിച്ച് സ്ഥലം കാലിയാക്കി. അങ്ങനെ വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത ഫുട്ടേജ് ഇമ്പോർട്ട് ചെയ്ത് അതിനെ ഇമേജ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ പിന്നെ ഇമ്പോർട്ട് ചെയ്ത് ട്രാക്കിംഗ് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് സോൾവ് ചെയ്ത് ഒരു 0.7 റേഞ്ചിലേക്ക് സോൾവിങ് എറർ കൊണ്ടുവന്ന് 3D സീൻ ക്രിയേറ്റ് ചെയ്ത് 3D ക്യാമറ ഫുട്ടേജുമായി അലൈൻ ചെയ്ത് CG ട്രേഡിൽ നിന്ന് ഒരു കാർ മോഡൽ ഡൗൺലോഡ് ചെയ്ത് അത് കൊണ്ടുവന്ന് സീനിൽ ഇമ്പോർട്ട് ചെയ്ത് സെറ്റാക്കി ഞാൻ. ഇത്ര ആയപ്പോഴത്തേക്കും ഐ എം വെരി എക്സൈറ്റഡ്. കാരണം ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. വെറുതെ HDRI ഇമേജ് തപ്പി സമയം കളയുന്നതിന് പകരം വേൾഡ് ടാബിൽ പോയിട്ട് ഒരു സ്കൈ ടെക്സ്ചറിനോട് ആഡ് ചെയ്ത് അതിനെ ബാക്ക്ഗ്രൗണ്ടുമായി കണക്ട് ചെയ്ത് നമ്മുടെ ഫുട്ടേജിൻ്റെ ലൈറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഈ വീൽ കപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ബെസിയർ കർവ് ആഡ് ചെയ്യുക. അതിനെ വീലുമായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം മെഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ വെർട്ടെക്സ് ഓപ്ഷൻ വന്ന് എക്സ്ട്രൂഡ് ചെയ്യുക. എന്നിട്ട് ഈ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്ത് കഴ്സർ ഈ ഒരു ആംഗിളിൽ വെച്ച് Shift W പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഷീനെ വളയ്ക്കാം. പിന്നെ ഷെയ്ഡ് സ്മൂത്തും ഒരു സോളിഡിഫൈ മോഡിഫയറും കൂടി ആഡ് ചെയ്താൽ പെർഫെക്റ്റ്. ഇതുപോലെ 4 കപ്പുകൾ നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ അനിമേഷൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല. കപ്പ് കാറിനകത്തേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വെളിയിൽ ചാടുന്ന ചെറിയൊരു അനിമേഷൻ ചെയ്യുക. ആകെ 2 കീ ഫ്രെയിമേ ആവശ്യമായിരുന്നുള്ളൂ. ഈ 2 കീ ഫ്രെയിംസും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് ഇൻ്റർപോളേഷൻ മെത്തേഡിൽ ബൗൺസ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിടുന്ന ബൗൺസ് ആയിക്കോളൂ. ഒരിക്കലും ഈ സാധനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കരുത്. കാരണം പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും പഴയ ലൊക്കേഷനിൽ വന്നിരുന്ന് അനിമേറ്റ് ആകും. അതിന് പകരം ഇതിനെ ഒരു MT പാരൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ 2ൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ MT പ്രസ് ചെയ്ത് നെഗറ്റീവ് ആംഗിളിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതിനെടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ പ്ലേ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് പ്ലേ ആയിക്കോളൂ. ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ കാറിൻ്റെ ബോഡിയുമായി പാരൻ്റ് ചെയ്യുക. ഒരു ബേസിക് ഫ്ലൈയിങ് അനിമേഷൻ കുറച്ച് റെഫറൻസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക. അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഗ്രാഫ് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു അനിമേഷൻ ചെയ്തു. എന്നാ കണ്ടോ. ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. ശരി, ഞാനൊരു ഐക്കോസ്ഫിയർ ആഡ് ചെയ്തു. എന്നിട്ടൊരു ക്യൂബ് ആഡ് ചെയ്തു. അതിൻ്റെ ഫിസിക്സ് ടാബിലെ ഫ്ലൂയിഡ് ഓപ്ഷനിൽ ഡൊമൈൻ സെറ്റ് ചെയ്തു. ഐക്കോസ്ഫിയറിന് ഫ്ലോ, സ്മോക്ക്, ഇൻഫ്ലോ എന്നീ ഓപ്ഷനിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്തു. ആഹാ, നല്ല ബെസ്റ്റ് റിസൾട്ട്. സെറ്റിങ്സിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിയാം, നോക്കിയിട്ട് വരാം. അങ്ങനെ ഡൊമൈൻ സെലക്ട് ചെയ്തു. അതിൻ്റെ റെസൊല്യൂഷൻ 32, നോർമൽ റെസൊല്യൂഷൻ. പേക്ക് ഓപ്ഷനിൽ റെസ്യൂമബിൾ ഓൺ ചെയ്തു. പ്ലേ ചെയ്ത് നോക്കി. അപ്പോഴും രക്ഷയില്ല. പിന്നെയുള്ളത് അഡാപ്റ്റീവ് ഡൊമൈനാണ്. അത് ഉപയോഗിച്ചാൽ എന്തായാലും ഫാസ്റ്റ് ആകും. അതും രക്ഷയില്ല.
ഇങ്ങനെ പോയാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പുക വരുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ യൂട്യൂബിൽ പോയി കുറേ ട്യൂട്ടോറിയൽസ് നോക്കി എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു ഐഡിയ കിട്ടി. ഒബ്ജക്റ്റിലെ ക്വിക്ക് എഫക്ട്സിൽ നിന്നും ക്വിക്ക് സ്മോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലേ കൊടുത്തു. വീണ്ടും സെയിം പ്രോബ്ലം, ഭയങ്കര ലാഗ്. പിന്നെ ഞാൻ പാർട്ടിക്കിൾസ് ഓപ്ഷൻ നോക്കി, അത് കാർട്ടൂൺ ലുക്ക് പോലെയായിരുന്നു. പിന്നെ ജോമെട്രി നോഡ് നോക്കി, അതുപോലെ 2D ഗ്രീൻ സ്ക്രീൻ സ്മോക്ക് എഫക്റ്റ് നോക്കി, ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഈ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ എപ്പോഴോ കേട്ട് മറന്നൊരു പേരാണ് എംബർജൻ. അവസാനം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അവിടെയായിരുന്നു ടേണിംഗ് പോയിന്റ്. എംബർജനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ എൻ്റെ ഒബ്ജക്ട്സ് എല്ലാം സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ടു FBX ഫോർമാറ്റ് കൊടുത്തു. സെലക്ട് ഒള്ളി ആക്കിയിട്ട് NLA സ്ട്രിപ്സ് ആൻഡ് ഓൾ ആക്ഷൻസ് അൺടിക്ക് ചെയ്തു. ഇവിടെ എംബർജനിൽ നോക്കിയപ്പോൾ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ റോക്കറ്റ് ലോഞ്ച് എടുത്തു. റിയൽ ടൈമിൽ എന്തോരം പുകയാ. പണ്ടാരോ ഈ നോഡ് ഗ്രാഫ് കണ്ട് ഞാനൊന്ന് പേടിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത് പകുതിയും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന്. ഇവിടെ കിടക്കുന്ന ഈ റോക്കറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കാറ് കൊണ്ടുവരാനായിട്ട് ഒരു ഇമ്പോർട്ട് നോഡ് ആഡ് ചെയ്തു. റോക്കറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കാറും കണക്ട് ചെയ്തു. അപ്പോൾ ഈ മാസ്ക് 1 മാസ്ക് 2 എന്ന് പറയുന്നത് എന്താണെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. ആക്ച്വലി മാസ്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ പുക എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റാക്കിയും മാസ്ക് 2 എന്ന് പറയുന്നത് കൊളൈഡറായുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് മാസ്ക് 1 എന്ന് പറയുന്നത് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐക്കോസ്ഫിയർ, അതിൻ്റെ പേരാണ് ഫ്രണ്ട് L, ഫ്രണ്ട് R, റിയർ L, റിയർ R എന്നൊക്കെ. മാസ്ക് 2 ആയിട്ട് കാറിൻ്റെ ബോഡി. പുക കാറിൻ്റെ അകത്തൂടെ വരാതിരിക്കാനാണ് കൊളൈഡറാക്കിയത്. പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ബ്ലെൻഡറിലെ പോലെയല്ല, റിയൽ ടൈം റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആദ്യം മുതലേ പുക എമിറ്റ് ചെയ്യുന്നു. അത് വേണ്ട. ഞാൻ എമിറ്ററിന് കീ കൊടുത്തു. ഫസ്റ്റ് ഫ്രെയിം ഡിസേബിൾഡ് ആക്കി, ഒരു 80 സംതിങ് എനേബിൾഡ് ആക്കി. അതായത് ആ കപ്പ് വന്ന് കവർ ചെയ്യുന്നത് തൊട്ട് എനേബിൾഡ് ആക്കി. പ്ലേ ചെയ്തപ്പോൾ കറക്റ്റായി. FPS 24 ആണോ എന്നൊന്ന് ഉറപ്പുവരുത്തി. അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എമിറ്റർ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്തു. അതിൽ ഫ്യൂൽ റേറ്റ് എനിക്കൊരു 555 മതിയായിരുന്നു. കാരണം ഒരുപാട് തീ വേണ്ട, പക്ഷേ സ്മോക്ക് കുറേ വേണം. അതുകൊണ്ട് സ്മോക്ക് റേറ്റ് ഞാനൊരു 1500 കൊടുത്തത്. അതുപോലെ എമിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രഷർ ഞാനൊരു 100ഉം അതിൻ്റെ റാൻഡം ഇൻറ്റൻസിറ്റി ഞാനൊരു 75 കൊടുത്തു. പക്ഷെ പുക ഒരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. അതിന് സിമുലേഷൻ നോഡിലെ സെറ്റിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്ലെൻഡറിൻ്റെ ഡൊമൈൻ പോലെയല്ല ഇവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നത്. ഞാനൊരു ഹൈ റെസൊല്യൂഷൻ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം റിയൽ ടൈം റിസൾട്ട് അല്ലേ. അതുകൊണ്ട് 400, 400, 160, ദെൻ അപ്ലൈഡ് ദ ന്യൂ റെസൊല്യൂഷൻ. അപ്പോൾ ഈ ബോക്സ് സൈസ് വളരെ വലുതായതുകൊണ്ട് അതിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഒരു 0.200 കൊടുത്തു. അപ്ലൈഡ് റെസൊല്യൂഷൻ. പിന്നെ അതിൻ്റെ പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കി. നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. അതിലൊന്ന് ഈ ടൈം സ്റ്റെപ്പ്. അത് 72 ഹെഡ്സാണ് ഞാൻ കൊടുത്തത്. അതിനും ഒരു കാര്യമുണ്ട്. ജനറേറ്റ് സ്മോക്ക് ഞാനൊരു 200 കൊടുത്തു. കുറച്ച് കൂടുതൽ സ്മോക്ക് ഇരിക്കട്ടെ. ടെമ്പറേച്ചർ ഡിസിപ്പേഷൻ ഒരു 11 കൊടുത്തു. ഹീറ്റ് എത്ര സമയം നിൽക്കണം എന്നുള്ളതാണ് ഈ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. സ്മോക്ക് ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് ഞാനൊരു 65 കൊടുത്തു. അതായത് ഹൈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്മോക്ക് ഡിസപ്പിയർ ആകും. ലോ വാല്യൂ ആണെങ്കിൽ സ്മോക്ക് കുറേ നേരം നിൽക്കും. അങ്ങനെ കുറേ നേരം സ്മോക്ക് നിന്നാൽ കാറ് പറന്നു പോകുന്നത് കാണണ്ടേ. സോ 65. പിന്നീട് വോർട്ടിസിറ്റി. അതെന്ത് ഭണ്ഡാരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഗൂഗിളിൽ പോയി നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത്. ഞാൻ ആദ്യത്തെ 2 ഓപ്ഷനും 5ലേക്ക് മാറ്റി. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. പിന്നെ ഉള്ളത് സ്മോക്ക് വെയിറ്റ്. എല്ലാ സ്മോക്കും കൂടെ മോളിപ്പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ. അതുകൊണ്ട് സ്മോക്കിനൊരു വെയിറ്റൊക്കെ ആകാം. ഞാനൊരു 17 പിടിച്ചു. ഇത്രയും ചെയ്തിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്തു. നല്ല കിടുക്കാച്ച റിസൾട്ട്. പക്ഷേ സ്റ്റിൽ ഒരു പഞ്ഞിക്കെട്ട് ഫീൽ.
അത് മാറ്റുന്നതിനായിട്ട് ഞാനൊരു നോയ്സ് നോഡ് സിമുലേഷനിലേക്ക് ആഡ് ചെയ്തു. 2.3 വാല്യൂ സെറ്റ് ചെയ്തു. പ്ലേ. ബട്ട് പുകയെല്ലാം ചിന്നിച്ചെതറിപ്പോയി. അതെനിക്ക് വേണ്ട. സോ അതിനൊരു കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക. ഫോഴ്സ് ആക്ടിവിറ്റിയുടെ സൈഡിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ കീ സെറ്റായി. എന്നിട്ട് 80-ന് മുൻപ് എനേബിളും 80-ന് ശേഷം ഡിസേബിളും ആക്കി കീ സെറ്റ് ചെയ്തു. എന്നിട്ട് പ്ലേ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. പക്ഷേ ഇനിയും എന്തോ ഒന്നൊരു കുറവ് പോലെ, ലൈക്ക് ഒരു പവർ ഇല്ലാത്ത പുക. ഫോഴ്സ് ലൈൻ നോഡിലേക്ക് വന്നിട്ട് അതിൻ്റെ പുഷ് സ്ട്രെങ്ത് ഞാനൊരു 150 പിടിച്ചു. എന്നിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തു. ഇപ്പോഴാണ് എൻ്റെ റിസൾട്ട് കിട്ടി. എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് വോളിയം പ്രോസസ്സിംഗ് നോഡ് ഡ്രാഗ് ചെയ്ത് ഞാനൊരു എക്സ്പോർട്ട് VDB നോഡ് ആഡ് ചെയ്തു. പക്ഷേ കുറേ പ്രാവശ്യം എക്സ്പോർട്ട് ചെയ്തപ്പോഴും എൻ്റെ സ്മോക്ക് ബ്ലെൻഡറിൽ മറ്റൊരു സ്ഥലത്തും മറ്റൊരു ലൊക്കേഷനിലും മറ്റൊരു സൈസിലും വരുന്നു. ഇമ്പോർട്ട് നോഡിലെ ട്രാൻസ്ഫോം നേരെ എക്സ്പോർട്ട് നോഡിലെ ട്രാൻസ്ഫോമുമായി കണക്ട് ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. ബ്ലെൻഡറിലെ പോലെ അല്ല എംബർജനിലെ FPS വർക്കാവുന്നത്. ബ്ലെൻഡറിൽ 406 ഫ്രെയിംസ് ഉണ്ടെങ്കിൽ ഇവിടെ 1000-ന് മുകളിലാണ് ഫ്രെയിംസ്. അത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാറ് പറന്നു പോയാലും പുക വന്ന് തീരില്ല. പിന്നീടാണ് മനസ്സിലായത് അതിനൊരു ഫോർമുല ഉണ്ടെന്ന്. അതായത് എൻ്റെ ഫൂട്ടേജിൻ്റെ FPS എത്ര കൊണ്ട് ഗുണിക്കുന്നോ അതായിരിക്കണം സിമുലേഷനിലെ ടൈം സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ സീൻ 24 FPS ആണ്. അതൊന്നുകിൽ 2 അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ 48 ഹെർട്സാണ് വരുന്നത്. പക്ഷേ അതൊരു ലോ വാല്യൂ ആയതുകൊണ്ട് ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. ക്ലോസ് ടു 60 ഹെർട്സാണ് എംബർജനിന് നല്ലത്. സോ 3 കൊണ്ട് ഗുണിച്ചാൽ 72 ഹെർട്സാണ് ഞാൻ സിമുലേഷനിലെ ടൈം സ്റ്റെപ്പായിട്ട് കൊടുത്തത്. എത്ര കൊണ്ട് ഗുണിച്ചോ ആ വാല്യൂ ആയിരിക്കണം എക്സ്പോർട്ടിലെ ഫ്രെയിം സ്ട്രൈഡ്. അപ്പോൾ എൻ്റെ ഫ്രെയിം സ്ട്രൈഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 1000 ചില്ലുവാനം ഫ്രെയിംസ് ബ്ലെൻഡറിൽ കൊണ്ടുപോകുമ്പോൾ 406-ലേക്ക് ചുരുങ്ങുകയുള്ളൂ. എന്നിട്ട് ഞാൻ അതൊരു ലൊക്കേഷനിൽ എക്സ്പോർട്ട് ചെയ്തു. തിരികെ ബ്ലെൻഡറിൽ വന്നപ്പോൾ ഞാൻ ആദ്യമേ ചെയ്തത് കഴ്സർ ടു വേൾഡ് ഒറിജിനാണ്. അങ്ങനെ ചെയ്താലേ കറക്റ്റ് കാറിൻ്റെ അലൈൻമെൻറ്റിലേക്ക് പുക വന്നു നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വോളിയമിൽ ഇമ്പോർട്ട് ഓപ്പൺ VDB കൊടുത്തു. ലൊക്കേഷനിൽ നിന്ന് എല്ലാ VDB ഫയൽസും സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തു. കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഒരു വോളിയം ഷെയ്ഡർ ആഡ് ചെയ്തു. അതിൻ്റെ ഡെൻസിറ്റി കൂട്ടി, ടെമ്പറേച്ചർ കുറച്ച്, ബ്ലാക്ക് ബോഡി ഇൻറ്റൻസിറ്റി കൂട്ടിയപ്പോൾ എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടി. And finally, I am done.